നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിങ്ങിൻ്റെ മൊഡ്യൂൾ 3 ആണ്. കഴിഞ്ഞ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിംഗ്വിഷ് ലാഡേഴ്സ് ആൻഡ് സ്കാഫോൾഡ്സ് വിത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മെൻഷൻ ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ടു അവോയ്ഡ് സ്കാഫോൾഡിംഗ് ഇൻസിഡൻസ് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വിത്ത് സ്കിമാറ്റിക്സ് എക്സ്പ്ലെയിൻ മെൻഷൻ ദ 8 specific safety precautions for scaffolding as for 9 marks. List any important 6 safety practices used with ladders 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസ് ഇൻ സ്കാഫോൾഡിംഗ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്ക് ഒരൊറ്റൊരു വലിയ ലോങ് ആൻസർ എഴുതാം. അതായിരിക്കുമല്ലോ നല്ലത്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് ഫോർ സ്കാഫോൾഡിംഗ് ഒരു 8 to 10 പോയിൻറ്റ്സ് നമ്മൾ നോക്കാം. ആദ്യം വേണ്ടത് പ്രോപ്പർ ഫൗണ്ടേഷൻ. നമുക്കറിയാലോ, ഒരു സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വർക്കിംഗ് പ്ലാറ്റ്ഫോം അല്ലേ. നമ്മളെ ലാഡർ പോലെയല്ല, ലാഡറിന് ലിമിറ്റഡ് ഏരിയയാണ്. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ടെമ്പററി യൂസ്. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് വരെ നമ്മൾ ആ സ്കാഫോൾഡിംഗ് ഉപയോഗിക്കും അല്ലേ, അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ തീർന്നവരെ നമ്മൾ ആ സ്കാഫോൾഡിംഗ് ഉപയോഗിക്കും. പ്രോപ്പർ ഫൗണ്ടേഷൻ. സ്കാഫോൾഡ് മസ്റ്റ് റെസ്റ്റ് ഓൺ എ ഫേം ലെവൽ ബേസ് ടു പ്രിവെൻറ്റ് സിങ്കിങ് ഓർ ടിൽറ്റിംഗ് അല്ലേ. അതിൻ്റെ 3 point റൂൾ എന്ന് പറയും. അതായത് സ്കാഫോൾഡിന് 4 ലെഗ് ഉണ്ടെങ്കിലും അതിന് 3 ലെഗ് എപ്പോഴും ഷുഡ് ഓൾവേസ് ബി ഇൻ കോൺടാക്ട്. പിന്നെ ഗാർഡ് റെയിൽസും മിഡ് റെയിൽസും പ്ലാങ്കിങ് വേണം, സ്കാഫോൾഡ് ടൈസ് വേണം, ലോഡ് കപ്പാസിറ്റി ബെയർ ചെയ്യണം. അപ്പം നമുക്ക് ഇത് പറയുന്നതിന് മുന്നേ ആദ്യം സ്കാഫോൾഡിൻ്റെ ഒരു പിക്ചർ നോക്കാം അല്ലേ. ഇതാണ് നമ്മളെ സ്കാഫോൾഡിൻ്റെ പിക്ചർ. അപ്പോൾ ഇതിന് ഔട്ട് റിഗർ ഉണ്ട് ടു ഹോൾഡ് ഇറ്റ് ഓൺ ഇൻ ഫേം ഗ്രൗണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ അൺലെവൽഡ് ആണ് ഗ്രൗണ്ട് എന്ന് ഉണ്ടെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ലെവലാക്കും, ഇതിന് കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ ലെവലാക്കും. ഓക്കെ, കറക്റ്റ് സ്റ്റേബിൾ സ്കാഫോൾഡ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ടൊരു ഹോയിസ്റ്റ് ആവാൻ വേണ്ടി എന്തിനായിരിക്കും അത്, എന്തെങ്കിലും ലോഡ് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ സ്കാഫോൾഡ് പ്ലാറ്റ്ഫോം. ഈ സ്കാഫോൾഡ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്താ ഉള്ളത്, പ്ലാങ്ക്സ് ഉണ്ട് അല്ലേ. ആൻഡ് പ്ലാങ്ക്സ് ആർ വെൽ ടൈഡ്. പിന്നെ ലാഡർ ഉണ്ട്, ലാഡർ ആക്സസ് ഉണ്ട് സ്കാഫോൾഡിൽ കയറാൻ. ഇവിടെ നമ്മൾ ക്രോസ് ബ്രേസസ് ഒന്നും തൂങ്ങി പിടിച്ച് കയറാൻ പാടില്ല. ഈ ക്രോസ് ബ്രേസസ് എല്ലാം ടെമ്പററി സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ട വിത്ത് ബ്രാക്കറ്റ്സ്. ഡയഗണൽ ബ്രേസ് ഉണ്ട്. ഗാർഡ് റെയിൽ, ഇതാണ് ഗാർഡ് റെയിൽ. ഇവിടെ മിഡ് റെയിൽ ഉണ്ട്. ഓക്കെ, ഇനി ഈ വെർട്ടിക്കൽ കോളത്തിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ആൻഡ് ലെഡ്ജസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ബീമിനായിരിക്കും. ഇനി നമുക്ക് പോയിന്റ്സ് നോക്കാം. പ്രോപ്പർ ഫൗണ്ടേഷൻ വേണം അല്ലെ. നമ്മൾ കണ്ടല്ലോ, സ്കാഫോൾഡ് മസ്റ്റ് റെസ്റ്റ് ഓൺ എ ഫേം ലെവൽ ബേസ് ടു പ്രിവെൻറ്റ് സ്കിങ്കിങ്. ഗാർഡ് റെയിൽസും മിഡ് റെയിൽസും പ്രൊവൈഡ് ചെയ്യണം. എന്തിന്? എബവ് 1 meter ഗാർഡ് റെയിൽസ് ഉണ്ടാവണം ടു പ്രിവെൻറ്റ് ഫോൾസ് ഫ്രം ഒക്കറിങ്. പ്ലാങ്കിങ്, ആ പ്ലാങ്ക്സ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ വേണം എന്ന് പറഞ്ഞില്ലേ. ദ പ്ലാറ്റ്ഫോം മസ്റ്റ് ബി ഫുള്ളി ഡെക്ഡ് വിത്ത് ടൈറ്റ്ലി ഫിറ്റഡ് പ്ലാങ്ക്സ് വിത്തൗട്ട് ഗ്യാപ്സ്. ഓക്കെ, ആൻഡ് ആ പ്ലാങ്ക്സിൽ ക്രാക്കോ റസ്റ്റോ ഒന്നും ഫോർമേഷനും പാടില്ല. സ്കാഫോൾഡ് ടൈസ് എന്താണ്? These are used as anchors അല്ലേ, securely tied to the building structure at regular intervals to prevent collapse. ഓക്കെ, നമ്മൾ ഏത് ബിൽഡിങ്ങിലാണോ വർക്ക് ചെയ്യുന്നത് ആ ബിൽഡിങ്ങിൽ ആങ്കർ ചെയ്യാനോ അല്ലെങ്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ സ്കാഫോൾഡിനെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാഫോൾഡ് ടൈസ് ഉപയോഗിക്കുന്നത്. ലോഡ് കപ്പാസിറ്റി. ഒരു സ്കാഫോൾഡ് ഉണ്ടാക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബെയർ 4 times ദ ഇൻറ്റൻറ്റഡ് ലോഡ്. ഓക്കെ, അപ്പോൾ ഒരു 50 കിലോ അല്ലെങ്കിൽ ഒരു 100 കിലോ ആണ് ആ സ്കാഫോൾഡ് ക്യാരി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ, ദാറ്റ് ഈസ് അവർ ഡിസൈൻ കൺസിഡറേഷൻ, ദെൻ വി മസ്റ്റ് ബിൽഡ് ഇറ്റ് ഫോർ 400 kilos. ഓക്കെ, 100 കിലോ എങ്കിലും അത് താങ്ങാൻ പറ്റണം. പക്ഷേ എപ്പോഴും 100 കിലോ ആൾക്കാരെ കൂടുതൽ കയറല് എന്ന് പറയും. ഓക്കെ, ഈ 400 കിലോ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് കപ്പാസിറ്റി ബിഫോർ ഫെയിലിയർ. നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി 4 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മെക്കാനിക്കൽ സ്റ്റുഡൻസ്, ഇൻഡസ്ട്രിയൽ സ്റ്റുഡൻസ് എല്ലാം. ഇനി ടോ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ടോയിൻ്റെ അവിടെ ഉള്ളത്, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. ഇതാണ് ഇവിടെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് ടോ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ. ഈ ടോ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് ഫ്രം ആൻഡ് ഡെബ്രി ഫ്രം ഫോളിങ്. റൈറ്റ്. ആക്സസ് ലാഡേഴ്സ് എന്തിനാ? ലാഡർ കയറാൻ വേണ്ടിയിട്ട്. സേഫ് ആക്സസ് പ്രൊവൈഡഡ്. ക്ലൈംബിംഗ് സ്കാഫോൾഡ് ഫ്രെയിംസ് ഈസ് പ്രൊഹിബിറ്റഡ്. ഞാൻ പറഞ്ഞേ, ഡയഗണൽ ബ്രേസസും ഫ്രെയിമും എല്ലാം എന്തിനാണ്? അത് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് മാത്രമാണ്. റെഗുലർ ഇൻസ്പെക്ഷൻ, ഡെയിലി ഇൻസ്പെക്ഷൻ ഓഫ് cracks, loose parts, corrosion or instability. Bracing, diagonal bracing ensures rigidity and prevents sway. അല്ലേ, sway എന്ന് പറഞ്ഞാൽ ആടൽ. No overloading. Materials must be evenly distributed. No stacking of heavy loads. Very important. ഓക്കെ, ലോഡ്സ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കരുത്. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലാഡർ ആൻഡ് സ്കാഫോൾഡ്. അപ്പോൾ നമുക്കൊരു ടേബിൾ വൈസ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ആദ്യം ലാഡർ ഇസ് യൂസ് ഫോർ ടെമ്പററി ആക്സസ്. എന്നാൽ സ്കാഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ. നമ്മൾ ലോങ്ങർ ഡ്യൂറേഷൻ ഉപയോഗിക്കുന്നുണ്ട് സ്കാഫോൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ എ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു വോൾ ആയിട്ടായിരിക്കും, ഗ്രൗണ്ട് പ്ലസ് എ വോൾ. റൈറ്റ്. പക്ഷേ സ്കാഫോൾഡ് ആണെങ്കിലോ ഇറ്റ് ഈസ് സെൽഫ് സപ്പോർട്ടിങ് സ്ട്രക്ചറാണ്. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കാഫോൾഡിന് ഇതുപോലെ
അഡ്ജസ്റ്റബിൾ ലെഗും ഉണ്ട്, പോരാതിന് കാസ്റ്റേഴ്സ് ഉണ്ട്, കാസ്റ്റർ വീൽസ് ഉണ്ടാവും. ഈ കാസ്റ്റർ വീല് ലോക്ക് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്താൽ അത് അവിടെ തന്നെ നിന്നോളും. ലോഡ് കപ്പാസിറ്റി ഫോർ എ ലാഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ ഓൺലി 1 or 2 persons. വൈലസ് ഫോർ സ്കാഫോൾഡ് ഇറ്റ് ക്യാൻ സപ്പോർട്ട് ദ വർക്കേഴ്സ് ആസ് വെൽ ആസ് ദ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്, അല്ലേ? നമുക്ക് വല്ല ഡ്രില്ലിംഗ് മെഷീനോ സോയിങ് മെഷീനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ടൂൾസും നമ്മുടെ സ്കാഫോൾഡിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വർക്കിംഗ് ഏരിയ ഇസ് വെരി ലിമിറ്റഡ് ഇൻ എ ലാഡർ, വൈൽ ആസ് ഫോർ ഇൻ എ സ്കാഫോൾഡ് ഇറ്റ് ഈസ് വൈഡ്, ഇറ്റ് ഹാസ് എ വൈഡ് സ്റ്റേബിൾ വർക്കിംഗ് പ്ലാറ്റ്ഫോം. സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ലാഡറിൻ്റെ? നോൺ സ്ലിപ്പ് ഫീറ്റ് ആയിരിക്കും, ആംഗിൾ 75 ഡിഗ്രി ആംഗിൾ നമ്മൾ പറയും. പിന്നെ ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്യുന്ന ഇമ്പോർട്ടൻ്റാണ്, ഈസ് നെസസറി ഫോർ സേഫ്റ്റി. വയർലെസ് ഫോർ സ്കാഫോൾഡ് ആണെങ്കിൽ ഗാർഡ് റെയിൽസ്, ടോ ബോർഡ്സ്. ഗാർഡ് റെയിൽസ് എന്ന് പറയുമ്പോൾ ഇത് ഗാർഡ് റെയിൽ, മിഡ് റെയിൽ ഒക്കെ. പിന്നെ ടോ ബോർഡ്സ് വേണം ടു പ്രിവെൻറ്റ് ടൂൾസ് ഫ്രം ഫോളിങ് ഓഫ്, ബ്രേസിങ് ഫോർ റിജിഡിറ്റി എക്സെട്ര. ഇനി ലാഡറിൻ്റെ സേഫ്റ്റി പ്രാക്ടീസസ് എന്തൊക്കെയാണ്? 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാഡർ, നമ്മളൊരു ലാഡർ വരക്കുകയാണെങ്കിൽ ആ ലാഡർ ഓൾവേസ് നമ്മളെ വോളും ഗ്രൗണ്ടുമായിട്ട് 75 ഡിഗ്രി ആംഗിളിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ലാഡർ എന്ന് പറയുന്നത് 75 ഡിഗ്രി ആംഗിളിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഇൻസ്പെക്ട് ദ ലാഡർ ഫോർ ക്രാക്സ്, ബെൻസ് ആൻഡ് ഡാമേജ് റങ്സ്. റങ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഇതാണ്. ഓക്കെ, എൻഷുർ ഫേം ആൻഡ് നോൺ സ്ലിപ്പറി ബേസ് for the base and do not overreach, keep the body centered, maintain 3-point contact while climbing. ഓക്കെ, ലാഡർ ഇവർ ഈ പറയുന്ന ഇതിൽ 2-point കോൺടാക്റ്റ് ആണോ അല്ലേ? പിന്നെ മറ്റേ ടൈപ്പ് ലാഡറും കിട്ടും, അതിൽ 3-point ലാഡർ വേണം, 3-point കോൺടാക്റ്റ് വേണം വൈൽ ക്ലൈംബിങ്. സ്കാഫോൾഡിങ് സേഫ്റ്റി, സ്കാഫോൾഡിങ് സേഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സെയിം നമ്മൾ പറഞ്ഞു തന്നെ, ടു പ്രൊവൈഡ് ഗാർഡ് റെയിൽസ് ആൻഡ് മിഡ് റെയിൽസ്, എൻഷുർ പ്രോപ്പർ പ്ലാങ്കിങ് നമ്മളെ പ്ലാറ്റ്ഫോമിൽ വിത്തൗട്ട് ഗ്യാപ്സ്, ഇൻസ്റ്റാൾ ടോ ബോർഡ്സ്, അല്ലേ? ടോ ബോർഡ്സ് എന്തിനാണ്? പ്രിവെൻറ്റ് ഫ്രം ഫോളിങ് ഓഫ്. പ്ലാങ്ക് വുഡൻ പ്ലാങ്ക്സ് അല്ലെങ്കിൽ വേറെ സ്റ്റീൽ പ്ലാങ്ക്സ് ഒക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്സ് വരാൻ പാടില്ല. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് ഫ്രം ഫോളിങ്, റൈറ്റ്? ആൻഡ് സെക്യൂർ സ്കാഫോൾഡ് യൂസിങ് ടൈസ് അല്ലെങ്കിൽ ബ്രേസിങ്. പിന്നെ ഇൻസ്പെക്ട് സ്കാഫോൾഡ് ഡെയിലി ബിഫോർ യൂസ്. നമ്മളിവിടെ ടാഗിങ് സിസ്റ്റം എല്ലാം ഉപയോഗിക്കും, റെഡ്, യെല്ലോ, ഗ്രീൻ. അത് സ്കാഫോൾഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഈ ടാഗിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. നൗ നെക്സ്റ്റ് ഡെമoliഷനെ കുറിച്ചാണ്. ഡെമoliഷനിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ഹൗ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ് ക്യാൻ ബി എൻഷുർഡ് ഡ്യൂറിംഗ് ഡെമolition. 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സേഫ്റ്റി ഇഷ്യൂസ് ഇൻ ഡെമolition ഓഫ് ഹ്യൂജ് സ്ട്രക്ചേഴ്സ്. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സേഫ്റ്റി മെഷേഴ്സ് ഫോർ ഡെമolition ഓഫ് എ 10-story building in congested area. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആസ് എൻ എഞ്ചിനീയറിംഗ് സൂപ്പർവൈസർ ഹൗ ഡു യു എൻഷുർ സേഫ്റ്റി ഡ്യൂറിംഗ് ഡെമolition? 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് സേഫ്റ്റി മെഷേഴ്സ് ഫോർ ഡെമolition ഒരു 8 മാർക്കിനോ 10 മാർക്കിനോ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ IAC മൊഡ്യൂളിൽ സ്റ്റെപ്സ് അല്ല, നമ്മളെ പോയിൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ തള്ളിവിടാനുള്ളത് നമുക്ക് എല്ലാവർക്കും കഴിവുണ്ടല്ലേ അതിന്. അപ്പം ഈ ഒരു പോയിൻറ്റ്സ് കുറച്ച് ഓർത്ത് വെച്ചിട്ടതിന് ശേഷം ആ പോയിൻറ്റ്സിനെ ഇലാബറേറ്റ് ചെയ്യുക. ഓക്കെ, എക്സാജറേറ്റ് ചെയ്യുക. ആൻസർ എന്താ? ഡെമolition സേഫ്റ്റി ഇറ്റ് കവേഴ്സ് ഓൾ ദ ഡെമolition ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ആസ്ക്ഡ് എബവ്. വാട്ട് ആർ ദ സേഫ്റ്റി മെഷേഴ്സ് ഫോർ ഡെമolition? ആദ്യം നമ്മളൊരു എഞ്ചിനീയറിംഗ് സർവേ നടക്കണം, അല്ലേ? അപ്പം ഒരു ഡെമoliഷന് വേണ്ടത് എന്താണ്? നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡെമolition ചെയ്യാൻ നോക്കുക. ഈ ഒരു ഇമേജ് നോക്കി നോക്ക്, നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും പൈപ്പ് ലൈന് വല്ല കട്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ആദ്യം മുന്നേ നോക്കണം. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സർവേ ആദ്യം ചെയ്യണം, അല്ലേ? ഡെമolition ചെക്ക് ലിസ്റ്റ് കണ്ട. അപ്പോൾ എഞ്ചിനീയറിംഗ് സർവേ ചെയ്യണം. പിന്നെ ഷട്ട് ഓഫ് സർവീസസ്, എന്തെങ്കിലും പൈപ്പ് ലൈൻ ഒന്നും പൊട്ടാൻ പാടില്ല. അപ്പം എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും യൂട്ടിലിറ്റി, ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ആൻഡ് സ്റ്റീം ലൈൻസ്. ബാരിക്കേഡിങ്, പ്രോപ്പർ ബാരിക്കേഡിങ് പ്രൊവൈഡ് ചെയ്യുക ആ ഡെമolition ഏരിയയിൽ. ഡസ്റ്റ് കൺട്രോൾ, ഇവിടെ കണ്ട കുറേ ഡസ്റ്റ് റിലീസ് ചെയ്യുന്നുണ്ട. അപ്പോൾ ഈ ഡസ്റ്റിനെ കൺട്രോൾ ചെയ്യണം. വാട്ടർ സ്പ്രേയിങ്, വെറ്റ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയും. അതായത് വാട്ടറിനെ സ്പ്രേ ചെയ്യുമ്പോൾ ആ വാട്ടർ ഡസ്റ്റിനെ പിടിച്ച് അബ്സോർബ് ചെയ്തിട്ട് കൂടുതൽ ഏരിയയിലോട്ട് ഡസ്റ്റ് അപ്പം സ്പ്രെഡ് ആവത്തില്ല. ഇറ്റ് പ്രിവെൻറ്റ്സ് from spreading, right? To control dust and flying debris, right? And sequential demolition. Sequential എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെമolition പ്രോസസ്സ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ആദ്യം ഒരു നില, പിന്നെ അടുത്ത നില, അങ്ങനെ. റിമൂവ് സ്ട്രക്ചേഴ്സ് ഇൻ എ പ്ലാൻഡ് ഓർഡർ ടു പ്രിവെൻറ്റ് കൊളാപ്സ്. ഫോൾ പ്രൊട്ടക്ഷൻ, യൂസ് സേഫ്റ്റി നെറ്റ്സ്, ഹാർനസസ് ആൻഡ് കൺട്രോൾഡ് ആക്സസ് സോൺസ്. ഡെബ്രി റിമൂവൽ പ്ലാൻ. ഓക്കെ, അതിന് ശേഷം എന്താണ് ഈ ഡെമolition കഴിഞ്ഞതിന് ശേഷം എൻഷുർ സേഫ് കളക്ഷൻ, ലോവറിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെബ്രി. കുറേ ഡെബ്രി ഉണ്ടാവുമല്ലോ, അതായത് കുറേ വേസ്റ്റ് ഈ ഡെമolitionന് കാരണം ഉണ്ടായ മെറ്റീരിയൽസാണ് വരുന്നത്. ഈ പൊടിഞ്ഞ മെറ്റീരിയൽസിനാണ് ഡെബ്രി എന്ന് പറയുന്നത്. അതിന് സേഫ് കളക്ഷൻ, ലോവറിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. എക്യുപ്മെൻറ്റ് സേഫ്റ്റി, യൂസ് സർട്ടിഫൈഡ് ക്രെയിൻസ്, ബ്രേക്കേഴ്സ് ആൻഡ് എൻഷുർ ട്രെയിൻഡ് ഓപ്പറേറ്റേഴ്സ് ഓൺലി. ഓക്കെ, എക്യുപ്മെൻറ്റ് സേഫ്റ്റി അതാണ്. ഇനി ഡെമolition സേഫ്റ്റി 3 മാർക്കിന് ചോദിച്ചാൽ ഡിസ്കണക്ട് യൂട്ടിലിറ്റീസ്, പവർ, ഗ്യാസ്, അതൊക്കെ, വാട്ടർ.
പ്രൊവൈഡ് ബാരിക്കേഡ്സ് ആൻഡ് സൈനേജ്, പ്രോപ്പർ സൈനേജ്. പിന്നെ നമ്മൾ ഒരു സർവേ നടത്തണം, ഇമ്പോർട്ടൻറ്റ്, ട്രെയിൻഡ് പ്രൊഫഷണൽ ആയിരിക്കണം. ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റും. പ്രൊവൈഡ് ബാരിക്കേഡ്സ്, ഇതാ കണ്ടോ. ഫോളോ പ്രോപ്പർ ഡെമോലിഷൻ സീക്വൻസ്, ഇതാ കണ്ടോ. വർക്കേഴ്സ് യൂസ് PPE കിറ്റ്, ഇയാളിട്ടില്ല, ഒരു ഗോൾ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം പ്രോപ്പർ PPE കിറ്റ് ആൻഡ് ഫോൾ പ്രൊട്ടക്ഷൻ. മോണിറ്റർ ദ ഡസ്റ്റ് ആൻഡ് ഫ്ലൈ ഡെബ്രി, കണ്ട ഡസ്റ്റും ഫ്ലൈയും ഡെബ്രി എല്ലാം മോണിറ്റർ ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം വെറ്റ് മെത്തേഡ് എല്ലാം ഉപയോഗിച്ച്. എർഗണോമിക് ഹസാർഡ്സ് ആൻഡ് മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ്, അതിന് എത്ര ക്വസ്റ്റൻസ് ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ. ടൈപ്സ് ഓഫ് എർഗണോമിക് ഹസാർഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു എർഗണോമിക് ഹസാർഡ്സും 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എർഗണോമിക് ഹസാർഡ്സ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് 3 മാർക്കിന്. റെലവൻസ് ഓഫ് എർഗോണോമിക്സ് ഇൻ കൺസ്ട്രക്ഷൻ 3 മാർക്കിന്. ക്യുമുലേറ്റീവ് ട്രോമ ഡിസോർഡേഴ്സ് 14 മാർക്ക്, ഒരു പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഓക്കെ, അപ്പം നോക്കാം. എർഗണോമിക് ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ അതിന് ആൻസർ പറയാം. എർഗണോമിക് ഹസാർഡ്സ് എന്തൊക്കെയാണ്? 5 എർഗണോമിക് ഹസാർഡ്. ഒരെണ്ണം ഓക്വേർഡ് പോസ്ചർ അല്ലേ, ഓവർ ഹെഡ് വർക്ക്, ബെൻഡിങ്, അതൊക്കെ നമ്മളെ ബാക്ക് പെയിനും നെക്ക് പെയിനും എല്ലാം കാരണം വരും. പിന്നെ റെപ്പിറ്റേറ്റീവ് മോഷൻ ആകുമ്പോൾ എന്താണ്, നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം, ടെൻഡനൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു വരും. കണ്ട, ഇപ്പം നമ്മൾ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കൈ ഇങ്ങനെ ഒരേ മൂവ്മെൻ്റ് ഒക്കെ ആയിരിക്കും. റെപ്പിറ്റേറ്റീവ് ആയിട്ട് നമ്മളെ കൈ വേദനിക്കുമ്പോൾ അവിടെ ആ റിസ്റ്റിലെ മീഡിയൽ നെർവിന് പെയിനും സ്ട്രെയിനും വരും. അതിനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഫ്രീക്വൻറ്റ് റിസ്റ്റ് അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി ഓവർ ഹെഡ് വർക്ക്സ് ആണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തേണ്ടി വരും അല്ലെ, ഷോൾഡറിൻ്റെ മുകളിൽ ഉയർത്തേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷോൾഡർ സ്ട്രെയിൻ വരും നല്ല രീതിയിൽ അല്ലേ, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ടെൻഡനോ ഏതെങ്കിലും ഒരു ബോണിൻ്റെ ഭാഗത്ത് എവിടെയാണോ നമ്മൾ റിപ്പീറ്റേറ്റീവ് ടാസ്ക് ചെയ്യുന്നത് അവിടുത്തെ ടെൻഡന് വേദന അനുഭവപ്പെടും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അനുഭവപ്പെടും. ഇതിനാണ് ടെൻഡനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻറ്റ് റിസ്റ്റ് ആം മൂവ്മെൻറ്റ് മീഡിയൽ നെർവിന് പ്രശ്നം വരുമ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോം. ഫോഴ്സ്ഫുൾ എക്സേർഷൻസ് ലൈക്ക് ഹെവി ലിഫ്റ്റിംഗ് മസിൽ ദാറ്റ് കോസസ് മസിൽ സ്ട്രെയിൻ. വൈബ്രേഷൻ, ഹാൻഡ് ആം വൈബ്രേഷൻ ടൂൾസ് നമ്മൾ കുറേ നേരം ഉപയോഗിക്കുകയാണെങ്കിൽ it can cause vibration, right? And ഈ vibration നല്ലതല്ല, it can cause nerve disorders. Contact stress, hard edges pressing on skin and which leads to nerve compress ചെയ്യും. Okay, not good. Musculoskeletal disorders എന്ന് പറഞ്ഞാൽ എന്താ? These are illnesses caused in muscles. Musculoskeletal എന്നല്ലേ പേര്. അപ്പം മസിൽസ്, ബോൺസ്, ഈ മസിലും ബോണിനും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന ആരാ? നമ്മുടെ ടെൻഡൻ ആൻഡ് മസിലും ബോണും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തതിന് ആളിനെ പേര് പറയുന്നതാണ് ടെൻഡൻ. ഇനി ബോണിനും കൂടി ജോയിൻ ചെയ്യുന്നത് ലിഗമെൻ്റ് ആണ് അല്ലേ, ബോണിനും കൂടി ജോയിൻ ചെയ്യുന്നത് ലിഗമെൻ്റ് ആണ്. അപ്പം ഇവന്മാർ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇത് വന്നാൽ, എന്ത് വന്നാൽ, ഇൽനെസ്സോ ഇഞ്ചറിയോ വന്നാൽ, സ്ട്രെയിനോ വന്നാൽ, വി കോൾ ഇറ്റ് ടു ബി musculoskeletal disorders. അപ്പം musculoskeletal disorders are injuries or illnesses caused in the muscles, bones, tendons, ligaments, joints, etc. എങ്ങനെയൊക്കെയാണ് മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ് വരുന്നത്? ലോവർ ബാക്ക് പെയിൻ ഇസ് എ മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ. ടെൻഡനൈറ്റിസ്, ഞാൻ പറഞ്ഞില്ലേ, ടെൻഡന് സ്ട്രെയിൻ, ഇൻഫ്ലമേഷൻ വരും. ടെൻഡൻ്റെ അവിടെ സ്ട്രെയിൻ വരാണെങ്കിൽ മസിലും ബോണും കണക്ട് ചെയ്യുന്ന ഭാഗം ആയ ടെൻഡനിൽ ഇൻഫ്ലമേഷൻ വരും. ആ ഇൻഫ്ലമേഷൻ നമ്മളിനി എപ്പോൾ ആ ഒരു പാർട്ട് അനക്കിയാലും അനുഭവപ്പെടും. പിന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം നമുക്കറിയാം. നമ്മൾ ഈ മൗസെല്ലാം ഉപയോഗിച്ച് ലാപ്പ് ഉപയോഗിക്കുന്ന PC ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കയ്യിൽ കുറേ നേരം അവിടെ ഉപയോഗിക്കുമ്പോൾ റിസ്റ്റിന് വേദന വരും, അനുഭവപ്പെടും. ദാറ്റ് ഈസ് ഡ്യൂ ടു കാർപ്പൽ ടണൽ സിൻഡ്രോം. പിന്നെ ഷോൾഡർ അല്ലെങ്കിൽ നെക്ക് സ്ട്രെയിൻ. നെക്ക് നമ്മളിപ്പം ഇതിന് വർക്ക് ചെയ്യാൻ പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ വെറുതെ ഫോൺ നോക്കുമ്പോൾ, ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും യൂട്യൂബെല്ലാം എടുത്ത് നോക്കുമ്പോൾ സ്ലൗച്ച് ചെയ്തിട്ട് നെക്കെല്ലാം നമ്മൾ തല കൂനിയിട്ടെല്ലാം ഇരിക്കുന്നത്. വിച്ച് കോസസ് നെക്ക് സ്ട്രെയിൻ നമുക്ക് സെർവിക്കൽ സ്ട്രെയിൻ എന്നും പറയാം കേട്ടോ. സെർവിക്കൽ ഏരിയയിൽ കോസ് ചെയ്യുന്ന സ്ട്രെയിൻ ആയതുകൊണ്ട് സെർവിക്കൽ സ്ട്രെയിൻ. പിന്നെ ഡിസ്ക് ഹെർണിയേഷൻ, നമ്മൾ ഡിസ്കിന് ഹെർണിയേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് എ മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ ആൻഡ് മസിൽ ഫാറ്റീഗ് അല്ലേ. വാട്ട് ആർ ദ കൺട്രോൾസ് ഓഫ് എർഗണോമിക് ഹസാർഡ്? അപ്പോൾ ഇതുപോലെ എർഗണോമിക് ഹസാർഡ്സ് വരുന്നതിന് കൺട്രോൾ എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് അഡ്ജസ്റ്റബിൾ വർക്ക് സ്റ്റേഷൻ, അഡ്ജസ്റ്റബിൾ ആയിട്ട് വർക്ക് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടേബിൾ ആണെങ്കിൽ ഇപ്പോൾ സിറ്റ് സ്റ്റാൻഡ് ടേബിൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ഇരുന്ന് മതിയായെങ്കിൽ എണീറ്റ് നിന്ന് ഇതാക്കാം. അപ്പം ഒരു ലോങ് ഡ്യൂറേഷൻ ഇരിക്കത്തില്ല, സ്ട്രെയിൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് റിസ്റ്റ് വേദന, കാർപ്പൽ ടണൽ സിൻഡ്രോം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസ്റ്റ് പാഡ് ഉപയോഗിക്കാം അല്ലേ. പിന്നെ വേറെന്താ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? കോർ സ്ട്രെങ്തൻ ചെയ്യാം, ലോവർ ബാക്കിന് വേദന ഉണ്ടാവാതിരിക്കാൻ. അല്ലാതെ തന്നെ നമുക്ക് ഓഫീസ് ചെയേഴ്സിൽ എന്ത് ചെയ്യാം, ലംബാർ സപ്പോർട്ടുള്ള, അതായത് ബാക്ക് സപ്പോർട്ടുള്ള ചെയർ ഉപയോഗിക്കാം. നോക്കാം. പ്രൊവൈഡ് അഡ്ജസ്റ്റബിൾ വർക്ക് സ്റ്റേഷൻ, റെഡ്യൂസ് മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് എയ്ഡ്സ്, യൂസ് മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് എയ്ഡ്സ് അല്ലേ. നമുക്ക് ഒരു 50 കിലോ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പൊക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരാണ് സത്യം പറഞ്ഞാൽ. വേറൊരു ഫെസിലിറ്റി 50 കിലോ പൊക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. ഓക്കെ, യൂസ് മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് എയ്ഡ്സ്, റെഡ്യൂസ് റെപ്പറ്റീഷൻ വിത്ത് ജോബ് റൊട്ടേഷൻ.
റെഡ്യൂസ് റെപ്പറ്റീഷൻ. അപ്പം എന്തെങ്കിലും റിപ്പീറ്റിംഗ് ടാസ്ക് ഉണ്ടെങ്കിൽ ജോബ് റൊട്ടേഷൻ ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. എന്നാലേ ഒരാൾക്ക് അനുഭവപ്പെടാതെ ഇരിക്കുള്ളൂ ആ ഇഞ്ചറി. ഓക്കെ, എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അപ്പോൾ എല്ലാവരും ദേ വോണ്ട് ബി ആസ് മച്ച് സ്ട്രെയിൻഡ്, റൈറ്റ്? ഇൻ ലിമിറ്റ് വൈബ്രേഷൻ എക്സ്പോഷർ വിത്ത് ആൻറ്റി വൈബ്രേഷൻ ടൂൾസ്, പ്രൊവൈഡ് എർഗണോമിക് ട്രെയിനിങ്. ഇനി എർഗണോമിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. അഡ്ജസ്റ്റ് ദ ടൂൾസ് ടു സ്യൂട്ട് വർക്കർ. യെസ്. അപ്പം എന്താണ് എർഗണോമിക്സ് എന്ന് വെച്ചാൽ, എർഗണോമിക്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദ ടൂൾസ് ആസ് വെൽ ആസ് വർക്ക് പ്ലേസ് ടു ഫിറ്റ് ദ വർക്കേഴ്സ് നീഡ്സ്. മനസ്സിലായോ? അപ്പം അതാണ് എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് റെഡ്യൂസസ് മാനുവൽ ഹാൻഡ്ലിംഗ്, ഇറ്റ് റെഡ്യൂസസ് റിപ്പറ്റേറ്റീവ് ടാസ്ക്, ഇറ്റ് യൂസസ് പ്രോപ്പർ ലിഫ്റ്റിംഗ് ടെക്നിക്സ് ആൻഡ് ഇംപ്രൂവ് പോസ്ചർ ആസ് വെൽ ആസ് കംഫർട്ട്. നമ്മൾ ലംബാർ സപ്പോർട്ടുള്ള ചെയറെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പോസ്ചറൊക്കെ നേരെ ഇതാവാണ്. പിന്നെ ഐ ടു ഐ കോൺടാക്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നെക്ക് സ്ട്രെയിൻ അഥവാ സെർവിക്കൽ സ്ട്രെയിൻ ഒന്നും വരത്തില്ല. ഇനി ഗ്രൂപ്പ് ഫോർ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ സേഫ്റ്റി എന്തൊക്കെയാണ്? അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ സേഫ്റ്റിയിൽ ചോദിച്ചത് എന്തൊക്കെയാണ്? 5 ഹസാർഡ്സും റിസ്ക്സ് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ, റിസ്ക്സ് ഇൻ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 8 സേഫ്റ്റി മെഷേഴ്സ് 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഹസാർഡ്സ് ഓഫ് അണ്ടർ വാട്ടർ വർക്ക്സിന് എന്തൊക്കെയാണ് ഹസാർഡ്സ്? റിസ്ക് ഇൻ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനും ഹസാർഡ് എന്നൊക്കെ ചോദിച്ചാലും ഒരേ ആൻസർ ഒക്കെ തന്നെ കേട്ടോ. അപ്പം എന്താണ് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിലെ ഹസാർഡ്സ് എന്തൊക്കെയാണ്? ക്രിട്ടിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ പൊളി സാധനം. ഇതൊക്കെ എല്ലാവർക്കും എഴുതുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കും എഴുതാൻ പറ്റും. 5 ക്രിട്ടിക്കൽ ഹസാർഡ് എന്താ? ഡ്രൗണിങ്, പിന്നെ ഡീകംപ്രഷൻ സിക്നസ്, പൂവർ വിസിബിലിറ്റി, കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. മെറൈൻ ലൈഫ് ഹസാർഡ്, ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന കാര്യമാണ്, അവർക്ക് പ്രശ്നം പറ്റുന്നതല്ല. ബൈറ്റ്സും സ്റ്റിങ്സും ഇലക്ട്രിക് ഷോക്കെല്ലാം കിട്ടും. ഹൈ വാട്ടർ പ്രഷർ കോസസ് ബാരോട്രോമ എന്ന് പറഞ്ഞാൽ പ്രഷർ ട്രോമയാണ് കേട്ടോ. ബാരോമീറ്റർ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, ബാരോട്രോമ ആൻഡ് ഇയർ ഇഞ്ചറീസ്. അപ്പം ഡ്രൗണിങ് അറിയാലോ, ഡ്യൂ ടു എക്യുപ്മെൻറ്റ് ഫെയിലിയർ, എയർ ലോസ്, അങ്ങനെയൊക്കെ. അതായത് നല്ല രീതിയിൽ നമ്മൾ എക്യുപ്മെൻറ്റ് മെല്ലെ നമ്മൾ താഴ്ത്തി കൊണ്ടുവരാമെന്ന് വിചാരിച്ചോ, പെട്ടെന്ന് എക്യുപ്മെൻറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർന്ന് നമ്മൾ തിരിച്ച് പൊന്തൂല, പിന്നെ ജന്മത്ത് പൊന്തൂല. ഓക്കെ, എയർ ലോസ്. ഡീകംപ്രഷൻ സിക്നസ് എന്താണെന്നറിയോ? അതായത് നമ്മൾ ഈ ഒരു ഡൈവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചോ, അണ്ടർഗ്രൗണ്ട് പോകാമെന്ന് വിചാരിച്ചോ. അപ്പം എന്തായാലും ഒരു ഓക്സിജൻ ചേമ്പർ ഉണ്ടാവണം. അണ്ടർഗ്രൗണ്ട് ഓക്സിജൻ നമുക്ക് ഡിസോൾഡ് ഓക്സിജൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, പാടാണ്. അപ്പം എന്ത് ചെയ്യും? നമ്മളൊരു ഓക്സിജൻ ടാങ്കും കൊണ്ടായിരിക്കും പോകുന്നത്. ഈ ഓക്സിജൻ അല്ലെങ്കിൽ എയർ ടാങ്ക്, ഇതിനകത്ത് നൈട്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്, അല്ലേ? നൈട്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഈ നൈട്രജൻ നമ്മളെ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറും. എന്തായാലും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറും. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നൈട്രജൻ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറുന്നൊന്നും കുഴപ്പമില്ല. പക്ഷേ സർഫസ് ലെവലിൽ കയറുന്ന നൈട്രജൻ്റെ ആട്ടിലും ബ്ലഡ് സ്ട്രീം നമ്മളെ കയറുന്ന ആട്ടിലും നൈട്രജൻ നമ്മൾ അണ്ടർ വാട്ടർ പോകുമ്പോൾ കയറും. അപ്പം ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ നൈട്രജൻ ഉണ്ട്, അല്ലേ? ബ്ലഡ് വെസൽസിൽ. നമ്മൾ പെട്ടെന്ന് തിരിച്ച് പൊന്താൻ നിന്ന് എന്താ സംഭവിക്കാറിയോ? അയ്യോ, നൈട്രജൻ നമ്മളെ അടിയിൽ ഭയങ്കര പ്രഷറായിരുന്നു, അണ്ടർ വാട്ടറിൽ ഭയങ്കര പ്രഷറായിരുന്നു. പെട്ടെന്ന് പ്രഷർ ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ ആ ബ്ലഡ് സ്ട്രീമിൽ കയറിയ നൈട്രജൻ ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങും. ബബിൾസ് ഫോം ചെയ്തിട്ട് നമ്മളെ ബ്ലഡ് സ്ട്രീമിനെ അങ്ങ് ബ്ലോക്കാക്കാൻ തുടങ്ങും. ബ്ലോക്കാക്കി തുടങ്ങിയാൽ പിന്നെ അറിയാമല്ലോ, ബ്ലഡ് സ്ട്രീമിൽ ബ്ലഡ് പോകത്തില്ല, ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഇനി ബ്ലോക്ക് ആക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ബബിൾസ് ഇങ്ങനെ ഫോം ചെയ്യും, വീണ്ടും ബ്ലഡ് ഫ്ലോ കുറയും, അല്ലേ? കുറേ എടുത്ത് ബബിൾസ് ഫ്ലോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബ്ലഡ് ഫ്ലോ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നൈട്രജൻ ബബിൾസ് ഫ്ലോ ചെയ്യും, റാപ്പിഡ് അസെൻറ്റ് വിച്ച് കോസസ് നൈട്രജൻ ബബിൾസ് ഇൻ ദ ബ്ലഡ് ടു ഫോം ആൻഡ് ദാറ്റ് കോസസ് ഡീകംപ്രഷൻ സിക്നസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോർ വിസിബിലിറ്റിയാണ്, മെറൈൻ ലൈഫ് ഹസാർഡ്സ്, ബൈറ്റ് സ്റ്റിങ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ആൻഡ് ഹൈ വാട്ടർ പ്രഷർ. വാട്ട് ആർ ദ സേഫ്റ്റി മെഷേഴ്സ്? അപ്പം ഈ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? ആദ്യം, യൂസ് സർട്ടിഫൈഡ് ഡൈവേഴ്സ് ഓൺലി. ഓക്കെ, പ്രൊവൈഡ് എ സ്റ്റാൻഡ് ബൈ ഡൈവർ. ഓക്കെ, ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോയി നോക്കാൻ വേണ്ടിയിട്ട് ഒരുത്തം കൂടി വേണം. ഓക്കെ, എൻഷുർ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. മെയിൻറ്റെയിൻ ദ ഓക്സിജൻ സപ്ലൈ സിസ്റ്റം, സ്ലോ അസെൻറ്റ് ടു അവോയ്ഡ് ഡികംപ്രഷൻ സിക്നസ്. ഇതിലൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയത്. ഓക്കെ, അണ്ടർ വാട്ടറിൽ ലൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂസ് അണ്ടർ വാട്ടർ ലൈറ്റിംഗ്. പ്രൊവൈഡ് പ്രൊട്ടക്റ്റീവ് സ്യൂട്ട്സ്, PPE എന്നൊക്കെ പറയുന്നില്ലേ? പക്ഷേ ഇവിടെ PPE അല്ല, ഡൈവിംഗ് പ്രൊട്ടക്റ്റീവ് സ്യൂട്ട്സ് ഒക്കെയാണ് വേണ്ടത്. ഓക്കെ, ഡൈവിങ്ങിന് ആവശ്യമുള്ള അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള പ്രൊട്ടക്റ്റീവ് സ്യൂട്ട്സ് വേറെ അവൈലബിൾ ആണ്. എമർജൻസി റെസ്ക്യൂ, അതും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൽ വരും കേട്ടോ. എമർജൻസി റെസ്ക്യൂ ബോട്ട് അവൈലബിലിറ്റിയും കൂടി നോക്കണം. പിന്നെ ഇതിലുള്ള മെയിൻ പോയിൻറ്റ്സ്, ഇതിലുള്ള കുറേ പോയിൻറ്റ്സും നമ്മളെ വാട്ട് ആർ ദ സേഫ്റ്റി മെഷേഴ്സ് ഫോർ കൺഫൈൻഡ് സ്പേസസിലും പറയാം. ഒന്ന് ഓക്കെ, പ്രൊവൈഡ് സ്റ്റാൻഡ് ബൈ ഒരാൾ വേണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു ഓക്സിജൻ സപ്ലൈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം, ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം, പ്രൊട്ടക്റ്റീവ് സ്യൂട്ട് വെച്ചിട്ടാണ് കയറാൻ, എമർജൻസി റെസ്ക്യൂ ആൾക്കാർ
ഓൺ സ്റ്റാൻഡ് ബൈ ഉണ്ടാവണം. ഓക്കെ, ഇതൊക്കെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനും നമ്മുടെ കൺഫൈൻഡ് സ്പേസ് ചോദിച്ചാലും എഴുതാൻ പറ്റിയ പോയിന്റ്സാണ്. ഇനി വാട്ട് ആർ ദ ഹസാർഡ്സ് അണ്ടർ വാട്ടർ വർക്ക്സ്? എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്? ഡൗണിങ് വരാം, ഹൈപ്പോതെർമിയ വരാം, പുവർ വിസിബിലിറ്റി വരാം, ഹൈ പ്രഷർ വരാം. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗൻസിനൊന്നും പെട്ടെന്ന് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ വരും. പിന്നെ മറൈൻ അനിമൽസ്, എന്താണ് ഹസാർഡ്സ് അണ്ടർ വാട്ടറിൽ അണ്ടർ വാട്ടർ വർക്ക്സിൽ മറൈൻ അനിമൽസിൻ്റെ സ്റ്റിങ്ങും ഇതെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ടണലിംഗ് സേഫ്റ്റി. ഒരു ടണൽ ചെയ്യുമ്പോൾ ടണലിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടണലിംഗ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടണലിംഗ് എന്ന് വെച്ചാൽ എന്താ? ടണൽ ക്രിയേറ്റ് ചെയ്യുന്നത്. 10 പ്രിവെൻറ്റീവ് സേഫ്റ്റി മെഷേഴ്സ് ഫോർ ടണലിംഗ് വർക്ക്സ് 9 മാർക്കും ചോദിച്ചിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ഡ്യൂറിങ് എക്സ്കവേഷൻ വർക്ക്സ്, അതായത് കുഴിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഇഷ്യൂസ് ഡ്യൂറിങ് അണ്ടർഗ്രൗണ്ട് വർക്ക്സ്, അതും അണ്ടർഗ്രൗണ്ട് വർക്ക് ചോദിച്ചാൽ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിൽ കുറച്ച് പോയിന്റ്സ് എടുക്കാം കേട്ടോ. ഇനി അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നോക്കാം. ടണലിംഗ് സേഫ്റ്റി ഫസ്റ്റ് നമ്മളിതാ ഇതൊന്ന് നോക്കി നോക്ക്. നമ്മൾ ഈ ഒരു ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഓരോന്നും അതിലായിട്ട് ലിങ്ക് ചെയ്യാം. ആദ്യം നമുക്കൊരു ജിയോളജിക്കൽ സർവേ വേണം. അതന്നെ നമ്മൾ ടണൽ ചെയ്യുന്നതിന് മുന്നേ അവിടുത്തെ ആ ജിയോളജീനെ കുറിച്ചൊരു സർവേ എടുത്തിരിക്കണം. അത് എത്ര കാലം പഴക്കമുള്ളതാണ്, അവിടെ ടണൽ ചെയ്താൽ ഇടിഞ്ഞ് വീഴോ അതൊക്കെ നോക്കണം. സ്റ്റഡി ദ സോയിൽ റോക്ക് കണ്ടീഷൻസ് ടു പ്രെഡിക്റ്റ് കൊളാപ്സ് റിസ്ക്. യെസ്. ഇനി വെന്റിലേഷൻ, പ്രോപ്പർ വെന്റിലേഷൻ സിസ്റ്റം വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടു പ്രൊവൈഡ് ദ ഫ്രഷ് എയർ, റിമൂവ്സ് ഫ്യൂംസ്, ഡസ്റ്റ്, ടോക്സിക് ഗ്യാസസ്. അല്ലേ, നമ്മൾ കൊളാപ്സ് ചെയ്യാൻ ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സ്പ്ലോഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കുറേ ഡെബ്രീസും ഫ്ലൈയിങ് ഡെബ്രീസ് ആൻഡ് ഡസ്റ്റ് ഈസ് ഇന്നെവിറ്റബിൾ. സോ ഫോർ ദാറ്റ് വി നീഡ് എ പ്രോപ്പർ വെന്റിലേഷൻ സിസ്റ്റം. എന്തിനാ? ടു പ്രിവെൻറ്റ് ദിസ് ഫ്രം എൻറ്ററിങ് ഇൻ ടു അവർ ബോഡി. പ്രോപ്പർ ലൈറ്റിംഗ് വേണം. എൻഷുർ ഇല്ലുമിനേഷൻ. ഇവിടെ കണ്ട ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് കണ്ട. ടു അവോയ്ഡ് ട്രിപ്പിംഗ് ആൻഡ് വിസിബിലിറ്റി ഇഷ്യൂസ്. ഗ്രൗണ്ട് സപ്പോർട്ട് കണ്ട, 2 ആൾക്കാർ, അല്ല 1 2 3 ആൾക്കാർ, കുറേ ആൾക്കാരുണ്ട്. ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ യൂസ് റോക്ക് ബോൾട്ട്, ഷോർട്ട് ക്രീറ്റ്, സ്റ്റീൽ റിബ്സ് ടു പ്രിവെൻറ്റ് കേവിൻസ്. റൈറ്റ്. അപ്പം ഇതുപോലെ തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ മാത്രമല്ല, ടെമ്പററി സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അതെന്തിനാ? കേവിൻസ് വരാതിരിക്കാൻ. കേവിൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ഈ ഉണ്ടാക്കിയ ടണലുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് തിരിച്ച് വരും. നമ്മൾ എക്സ്പ്ലോഷൻ വഴി ഉണ്ടാക്കിയ ടണൽ മണ്ണാണെങ്കിൽ ആ മണ്ണ് തിരിച്ച് ഉണ്ടാക്കിയ സ്ഥലത്തോട്ട് തന്നെ വരും. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് സപ്പോർട്ട് വേണം. ലൈക്ക് റോക്ക് ബോൾട്ട്സ്, ഷോർട്ട് ക്രീറ്റ്, സ്റ്റീൽ റിബ്സ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമാണ്, ടെമ്പററി ഫ്രെയിംസ് ആണ് ടു സപ്പോർട്ട് ദ ടണൽ വൺസ് എക്സ്പ്ലോഡഡ്. പിന്നെന്താ? ഡസ്റ്റ് കൺട്രോൾ, വാട്ടർ സ്പ്രേയിങ്. നമ്മൾ പറഞ്ഞല്ലോ വെറ്റ് കൺട്രോൾ മെത്തേഡിൽ പറഞ്ഞാൽ ഡസ്റ്റ് വാട്ടർ സ്പ്രേയിങ് ആൻഡ് എക്സോസ്റ്റ് ഫാൻസ് ടു അവോയ്ഡ് സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ലങ് ക്യാൻസറാണ്. സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ സിലിക്ക ഡസ്റ്റ് കാരണം ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇറ്റ് കോസസ് ലങ് ഡിസീസ്. അപ്പോൾ ലങ് ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ലങ് ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സിലിക്ക ഡസ്റ്റിനെ അങ്ങ് ഒഴിവാക്കണം. സിലിക്ക ഡസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാനും പ്രോപ്പർ വെന്റിലേഷൻ ഈസ് വെരി മച്ച് നെസസറി. ബ്ലാസ്റ്റ് സേഫ്റ്റി, ഫോളോ കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ് സീക്വൻസ് ആൻഡ് സേഫ്റ്റി. കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മൊത്തം ടണൽ ഉണ്ടാക്കാൻ വേണ്ടി മൊത്തത്തിൽ അങ്ങ് പൊട്ടിത്തെറിക്കാൻ പറ്റില്ല. ഇവിടെ ആദ്യം, പിന്നെ ഇവിടെ പൊട്ടിക്കും, അങ്ങനെ മെല്ലെ ഓരോ സ്ഥലത്തും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സപ്പോർട്ട് സ്ട്രക്ചർ കൊടുക്കും. ഡിബ്രി എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം. ഓക്കെ, പിന്നെ ഗ്യാസ് മോണിറ്ററിങ്, യൂസ് ഗ്യാസ് ഡിറ്റക്ടേഴ്സ് ഫോർ മീത്തേൻ. ടണലെല്ലാം അണ്ടർഗ്രൗണ്ടിൽ എന്തൊക്കെ ഗ്യാസ് ഉണ്ട് നമുക്ക് പോലും പറയാൻ പറ്റില്ല, എത്രയൊക്കെ ടോക്സിക് ഗ്യാസസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് ഡിറ്റക്ടേഴ്സ് ലൈക്ക് ടു ഡിറ്റക്ട് ടോക്സിക് ഗ്യാസസ് ലൈക്ക് മീത്തേൻ, കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ് ലെവൽസ്. ഓക്കെ, ഫയർ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഫയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ്, എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആൻഡ് എമർജൻസി എക്സിറ്റ്സ്, PPE യൂസേജ്, ഹെൽമെറ്റ്സ്, ബൂട്ട്സ്, റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ, ഇയർ പ്രൊട്ടക്ഷൻ, എക്സെട്ര. ഇനി എമർജൻസി പ്രിപ്പയർഡ്നെസ്. യെസ്, എവറി വൺ മസ്റ്റ് ബി പ്രിപ്പയർഡ്. റൈറ്റ്. ഇവാക്യുവേഷൻ ഡ്രിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചു വെക്കണം, അറിഞ്ഞു വെക്കണം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെസ്ക്യൂ ടീം മസ്റ്റ് ബി ഓൺ സ്റ്റാൻഡ് ബൈ. 3 മാർക്ക് ചോദിച്ചാൽ പ്രോപ്പർ വെന്റിലേഷൻ വേണം ടണലിങ്ങിൻ്റെ അവിടെ. റോക്ക് സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. ഗ്യാസ് മോണിറ്റർ ചെയ്യണം. കാർബൺ മോണോക്സൈഡ്, മീത്തേൻ, പിന്നെ വേറൊരു ഗ്യാസ് കൂടി പറഞ്ഞല്ലോ, നൈട്രജൻ ഡയോക്സൈഡ്. ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം. കണ്ടോ, ഇല്യൂമിനേഷൻ ആൻഡ് കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ്, സീക്വൻഷ്യൽ ബ്ലാസ്റ്റിംഗ് ആയിരിക്കണം. ഇനി കൺസ്ട്രക്ഷൻ ഹസാർഡ്. കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഹസാർഡ്സാണ് വരുന്നത്? അപ്പം അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ഹസാർഡ്സ് ഇൻ വേരിയസ് സ്റ്റേജസ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 7 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എക്സ്കവേഷൻ ഹസാർഡ്. കുഴിക്കുമ്പോൾ എന്തൊക്കെ ഹസാർഡ്സാണ് വരുന്നത്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് 14 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ഹസാർഡ്സ് ഇൻ അണ്ടർപിന്നിങ് വർക്ക്സ്. അണ്ടർപിന്നിങ് എന്താണെന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്.
ഹസാർഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആദ്യം നമുക്ക് നോക്കാം. ആദ്യം എക്സ്കവേഷൻ ചെയ്യും അല്ലേ. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം കുഴിക്കേണ്ടി വരുമല്ലോ. യെസ്. അപ്പോൾ എക്സ്കവേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് വരുന്നത്? കൊളാപ്സ് ഓഫ് ദ ട്രെഞ്ച് വോൾസ്, റൈറ്റ്. കുഴിക്കുമ്പം ആ മണ്ണിടിച്ചിൽ തിരിച്ച് മണ്ണ് ഇങ്ങോട്ട് അകത്തോട്ട് കയറി വീഴും എക്സ്കവേറ്റ് ചെയ്ത സ്ഥലത്തോട്ട്. ട്രെഞ്ച് വോൾസ്, ഫോളിങ് മെറ്റീരിയൽസ്. യെസ്. ഇവിടെ ഇപ്പം നമ്മൾ മണ്ണിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കാർ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇവിടെ ഒരു മെറ്റീരിയലോ ടൂളോ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, ഇങ്ങോട്ട് മണ്ണിടിക്കുമ്പോൾ എന്താ പറയുക, ഫോൾ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫ്ലഡിങ്. ഫൗണ്ടേഷൻ സ്റ്റേജിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോൾ എന്താണ്? റീഇൻഫോഴ്സ്മെൻറ്റ്, ഹാൻഡ്ലിങ് ഇഞ്ചറീസ്, കോൺക്രീറ്റ് സ്പ്ലാഷസ്, ഇതൊക്കെ ഒരു ഹസാർഡാണ്. ഫ്രെയിമിംഗ് സ്റ്റേജ്, ഇനി ഫ്രെയിം ഇതാക്കുമ്പോൾ ഫോൾസ് ഫ്രം ഹൈറ്റ്, സ്ട്രക്ക് ബൈ ഹസാർഡ്സ് ഫ്രം ബീംസ്. കണ്ട ബീം ഉണ്ടല്ലോ, നമ്മളെ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് ബീം. ആ ബീമെല്ലാം വന്ന് വീണാൽ അവിടെ തീർന്നു. മേസൺട്രി സ്റ്റേജ്, ഫോളിങ് ബ്രിക്സ്, ഡസ്റ്റ് ഇൻഹലേഷൻ വിച്ച് കോസസ് സിലിക്കോസിസ്. സിലിക്ക ഡസ്റ്റ് ഇൻഹേൽ ചെയ്താൽ സിലിക്കോസിസ് ഉറപ്പാണ്, പക്ഷേ അത് ക്രോണിക് ആയിരിക്കും, മെല്ലെ അറിയാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ചാവില്ല. റൂഫിംഗ് സ്റ്റേജ്, ഫോൾ ഹസാർഡ്സ്, അൺസ്റ്റേബിൾ സർഫസസ്, ഇലക്ട്രിക്കൽ കോൺടാക്ട്. ഫിനിഷിംഗ് സ്റ്റേജിൽ എന്തൊക്കെയുള്ളത്? കെമിക്കൽ എക്സ്പോഷർ ഫ്രം പെയിൻറ്റ്സ്, അഡ്ഹസീവ്സ് എക്സെട്ര. ഇലക്ട്രിക്കൽ സ്റ്റേജിൽ ഇലക്ട്രിക്യൂഷൻ സംഭവിക്കാൻ പറ്റും, ഷോർട്ട് സർക്യൂട്ട്സ്, കേബിളിന് വല്ല ഫോൾട്ട് ഉണ്ടെങ്കിലും ഇലക്ട്രിക്യൂഷൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഹസാർഡ്സ് നമ്മളെ കൺസ്ട്രക്ഷൻ സ്റ്റേജസിലുള്ളത്. ഓക്കെ, ഇതൊക്കെ 7 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് 14 മാർക്കിന് എഴുതാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എക്സ്കവേഷൻ സേഫ്റ്റി 3 മാർക്കിന്. ഷോറിങ്, ട്രെഞ്ച്, സപ്പോർട്ട്സ് കൊടുക്കണം. അപ്പോൾ കുഴിക്കുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ ഷോറിങ് പ്രൊവൈഡ് ചെയ്യണം. ഷോറിങ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിവിടെ കുഴിച്ചെന്ന് വിചാരിച്ചു, കുഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നിർത്തല്. ഇവിടെ നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു വോൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഈ മണ്ണൊന്നും ഇടിഞ്ഞ് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ടെമ്പററി ആയിട്ട് ഒരു വോൾ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇതിനാണ് ഷോറിങ് എന്ന് പറയുന്നത്. ഷോറിങ് ആൻഡ് ട്രെഞ്ച് സപ്പോർട്ട്. സേഫ് ആക്സസ് ലാഡേഴ്സ്. ഓക്കെ, ഇനി ഇതാക്കിയിട്ട് ഒരു ലാഡർ ഇമ്പോർട്ടൻ്റ് കേട്ടോ. കാരണം ഇവിടെ വന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടുന്ന് മണ്ണിടിച്ചിൽ വീഴാണെങ്കിൽ പെട്ടെന്ന്, ഷോറിങ് നടത്തിയിട്ടും മണ്ണിടിച്ചിൽ വീഴാണെങ്കിൽ പെട്ടെന്ന് സേഫ് ആക്സസിന് വേണ്ടിയിട്ട് ബാരിക്കേഡിങ്. നമ്മൾ ഇവിടെ കുഴിക്കുകയാണെന്ന് വിചാരിച്ചോ, ഈ ഒരു ഭാഗത്താണ് കുഴിക്കുകയെന്ന് വിചാരിച്ചോ, ഇതിന് ചുറ്റുമായിട്ട് ബാരിക്കേഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കിയുള്ളവർ അറിയാൻ വേണ്ടിയിട്ട്. വാട്ടർ റിമൂവൽ, എന്തെങ്കിലും വാട്ടർ ഉണ്ടെങ്കിൽ. പിന്നെ PPEയും ഹെൽമെറ്റ്സും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ധരിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. കൺഫൈൻഡ് സ്പേസിൽ എന്തൊക്കെ സേഫ്റ്റിയാണ്? കൺഫൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇടുങ്ങിയ സ്ഥലം, റൈറ്റ്. സേഫ്റ്റി പ്രിക്കോഷൻസ് ബിഫോർ എൻട്രിങ് എ കൺഫൈൻഡ് സ്പേസ്, വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ 9 മാർക്കിന്. ഓക്കെ, പ്രിക്കോഷൻസ് ബിഫോർ എൻട്രി, നമ്മൾ എൻട്രിന് മുന്നേ എന്തൊക്കെ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഇവിടെ നോക്കി ഇയാൾ കൺഫൈൻഡ് സ്പേസിലോട്ട് എൻ്റർ ചെയ്യാൻ പോകാൻ കണ്ട PPE ഹാർനസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് ആരൊക്കെ വേണം? ഒരു എൻട്രൻ്റ് വേണം, ഒരു അറ്റൻഡൻറ്റ് വേണം, ഒരു സൂപ്പർവൈസർ, എൻട്രി സൂപ്പർവൈസർ വേണം നോക്കിക്കൊണ്ടിരിക്കാൻ, ഒരു റെസ്ക്യൂ ടീം ഷുഡ് ബി ഓൺ സ്റ്റാൻഡ് ബൈ, റൈറ്റ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് സിസ്റ്റം ഇല്ലാതെ ഇവൻ കയറാൻ പാടില്ല. പിന്നെ ഒരു പ്രോപ്പർ ബാരിക്കേഡ് വേണം, കണ്ടിന്യൂസ് മോണിറ്ററിങ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഇവൻ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ? ട്രെയിനിങ് ആൻഡ് ഡ്രിൽസ്, എന്തെങ്കിലും സംഭവിച്ചാൽ ട്രെയിനിങ് ഡ്രിൽസ് എല്ലാം റിമെമ്പർ ചെയ്യണം. പിന്നെ സൈനേജും ബാരിക്കേഡും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേഞ്ചർ സൈൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു പ്രിക്കോഷൻസ് ബിഫോർ എൻട്രി. എൻ്റർ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ ടെസ്റ്റിംഗ്. ആ കൺഫൈൻഡ് സ്പേസിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് നോക്കണം. ചെക്ക് ദ ഓക്സിജൻ ലെവൽ 19.5 to 23.5% ഓക്സിജൻ എങ്കിലും ഉണ്ടാവണം. ഓക്കെ, ആ റേഞ്ചിൽ ഉണ്ടാവണം ഓക്സിജൻ. ടോക്സിക് ഗ്യാസസ് പ്രസൻസ് ഉണ്ടോ നോക്കണം. ആൻഡ് ഫ്ലെയിമബിൾസിൻ്റെ പ്രസൻസ് ഉണ്ടോ നോക്കണം. വെന്റിലേഷൻ പ്രൊവൈഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ ടു റിമൂവ് ഹസാർഡസ് ഗ്യാസ്, റൈറ്റ്. അപ്പം നമുക്ക് നാച്ചുറൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കൺഫൈൻഡ് സ്പേസ്. അപ്പം മെക്കാനിക്കൽ വെന്റിലേഷൻ അല്ലാതെ തന്നെ നമ്മളൊരു മെഷീൻ വെച്ചിട്ട് വെന്റിലേറ്റ് ചെയ്യണം. പെർമിറ്റ് സിസ്റ്റം, വർക്ക് പെർമിറ്റ് സിസ്റ്റം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യൂസ് എൻട്രി പെർമിറ്റ് സിസ്റ്റം വിത്ത് ഓതറൈസ് സിഗ്നേച്ചർ ആൻഡ് അപ്രൂവൽസ്. ഐസൊലേഷൻ, ലോക്ക് ഔട്ട്, ടാഗ് ഔട്ട് ഓഫ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് പ്രോസസ് ലൈറ്റ്സ്. ഓക്കെ, ലോക്ക് ഔട്ട്, ടാഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ലോട്ടോ എന്നുള്ള ഇതാണ്. ഓക്കെ, അതിനെന്താണ് ഇത് എന്തെങ്കിലും ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഐസൊലേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ, മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റാൻഡ് ബൈ അറ്റൻഡൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. റെസ്ക്യൂ എക്വിപ്മെൻ്റ് ആയിട്ട് ട്രൈപോഡ്, ലൈഫ് ലൈൻ, ഇതാണ് ട്രൈപോഡ്, റൈറ്റ്. ട്രൈപോഡ്, ലൈഫ് ലൈൻ ഒരാളുണ്ടാവണം. പിന്നെ ബ്രീത്തിങ് അപ്പാരറ്റസ് റെഡി ആയിരിക്കണം. PPEയിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ്സ് ആരൊക്കെയുള്ള? റെസ്പിറേറ്റർ, ഹാർനസ്, ഗ്ലൗസ്, ഹെൽമെറ്റ്സ്, സേഫ്റ്റി ബൂട്ട്സ്, അത് മൊത്തം. പിന്നെ സ്റ്റാൻഡ് ബൈയിൽ ഒരാൾ വേണം. ട്രെയിൻഡ് അറ്റൻഡൻറ്റ് സ്റ്റേസ് ഔട്ട്സൈഡ് ദ കൺഫൈൻഡ് സ്പേസ്. ലൈറ്റിംഗ്, ഇൻട്രിൻസിക്കലി സേഫ് ലാംപ്സ് ടു അവോയ്ഡ് സ്പാർക്സ്. ഇനി കൺഫൈൻഡ് സ്പേസ് കയറണമെങ്കിൽ 3 മാർക്ക്. അഗെയിൻ ഗ്യാസ് ടെസ്റ്റിംഗ്, വെന്റിലേഷൻ, പെർമിറ്റ് സിസ്റ്റം, ലോക്കൗട്ട്, ടാഗൗട്ട് ആൻഡ് റെസ്ക്യൂ ആൾക്കാർ റെഡി ആയി നിൽക്കണം. നാഷണൽ ബിൽഡിംഗ് കോഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം, 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റൈറ്റ്. സേഫ്റ്റി ആൻഡ് ഫയർ പ്രിക്കോഷൻ ഫെസിലിറ്റീസ് ഫോർ ഹൈ റൈസ് ബിൽഡിംഗ് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ സേഫ്റ്റി പ്രൊവിഷൻസ് ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം.
നാഷണൽ സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? അപ്പം നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ സേഫ്റ്റി റിക്വയർമെൻറ്റ്സിൽ ആദ്യം പറയുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ഫെസിലിറ്റീസ് ഇൻ ഹൈ റൈസ് ബിൽഡിങ്ങിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഒരു ഹൈ റൈസ് ബിൽഡിങ്ങിന് സേഫ്റ്റി എന്തൊക്കെയെന്ന് പറഞ്ഞാലും ആ നാഷണൽ ബിൽഡിംഗ് കോഡിലെ സേഫ്റ്റി കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാൽ മതി. ആദ്യം ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം. ഫയർ ഡിറ്റക്ട് ചെയ്യാൻ ഒരു സിസ്റ്റമാണ് അല്ലേ. സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, അലാംസ്, ഫയർ അലാംസ് ഓൺ ഓൾ ഫ്ലോസ്. ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് ലൈക്ക് ഹൈഡ്രൻസ്, വെള്ളം ഇതാക്കാൻ, സ്പ്രിംഗ്ലേഴ്സ്, അതും മുകളിൽ നിന്ന് ടോപ്പ് സീലിങ്ങിന് വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യും. പിന്നെ ഹോസ് റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എമർജൻസി നമ്മളെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ കൂടെ തന്നെ ഹോസ് റീൽസ് ഉണ്ടാവും, ഒരു ഹോസ്, വാട്ടർ ഹോസ്. പിന്നെ ഫയർ എസ്കേപ്പ് റൂട്ട്സ്, എമർജൻസി എക്സിറ്റ്സ് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവില്ലേ. എമർജൻസി സ്റ്റെയർ കേസ് ആൻഡ് എക്സിറ്റ് സൈനേജ്. ഓക്കെ. ഫയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ്, യൂസ് ഓഫ് നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് ഇൻ കൺസ്ട്രക്ഷൻ, റെഫ്യൂജ് ഏരിയാസ്, മാൻഡറ്ററി സേഫ് സോൺസ് അറ്റ് സ്പെസിഫൈഡ് ഫ്ലോർ ഇൻ്റർവെൽസ്. റൈറ്റ്. എമർജൻസി ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും ലൈറ്റൊക്കെ പോയാൽ ഫയർ കാരണം. ബാക്കപ്പ് പവർ, റൈറ്റ്, ആൻഡ് ഇല്യൂമിനേറ്റഡ് എസ്കേപ്പ് പാത്സ്. വാട്ടർ സ്റ്റോറേജ് ടാങ്ക്സ്, ഫയർ റിസർവ് ടാങ്ക് ഓൺ ടെറസ് അല്ലെങ്കിൽ ബേസ്മെൻറ്റ്. ഓക്കെ. ഒന്നില്ലെങ്കിൽ ടെറസിൽ അല്ലെങ്കിൽ ബേസ്മെൻറ്റ്, എന്തായാലും ഒരു റിസർവ് ടാങ്ക് ഉണ്ടാവണം ഫയർ വന്നാൽ അത് അണയ്ക്കാൻ വേണ്ടിയിട്ട്. എമർജൻസി ലിഫ്റ്റ്സ്, ഫയർമാൻ ലിഫ്റ്റ് ഫോർ ഇവാക്യുവേഷൻ. അത് നമുക്കല്ല, നമ്മൾ ഷെയറിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളാം. മറ്റേ ഫയർമാൻ വന്നാൽ അമ്മമാർക്ക് കയറാൻ പെട്ടെന്ന്, ഇപ്പോൾ 30th ഫ്ലോറിലാണെങ്കിൽ നടന്ന് കയറുമ്പം കണ്ടെത്തി അറിയാം അവർ. അപ്പം ലിഫ്റ്റ് അതിനായിട്ട് വേണം. ആ ലിഫ്റ്റ് ചിലപ്പോൾ മെക്കാനിക്കൽ ലിഫ്റ്റ് ആയിരിക്കും കേട്ടോ, ഇലക്ട്രിക്കൽ അല്ലായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പവർ വല്ല കട്ട് ഓഫ് വന്നാലോ. ഓക്കെ. ഇനി നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ കൺസ്ട്രക്ഷൻ സേഫ്റ്റി പ്രൊവിഷൻസ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ്, സേഫ് ആക്സസ് ആൻഡ് വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് ആർ റിക്വയർഡ്, റൈറ്റ്, ആൻഡ് സ്കാഫോൾഡ് ആൻഡ് ലാഡർ സ്റ്റാൻഡേർഡ് കംപ്ലയൻസ് ഉണ്ട്. അപ്പം ലാഡർ എന്ന് പറയുന്നത് ഷുഡ് മീറ്റ് 75 ഡിഗ്രി ആംഗിളിലായിരിക്കണം ലാഡർ. ഇങ്ങനെയാണ്. ഈ സ്കാഫോൾഡ് ആണെങ്കിൽ 3 പോയിൻറ്റ് സിസ്റ്റം എപ്പോഴും ഉപയോഗിക്കണം. നമ്മൾ ടാഗിങ് സിസ്റ്റം, സ്കാഫോൾഡിൻ്റെ കണ്ടീഷന് വേണ്ടിയിട്ട് ടാഗിങ് സിസ്റ്റം ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 4 വീൽസും അലൈൻ ആയിരിക്കണം. അങ്ങനെ കുറച്ച് കൺസ്ട്രക്ഷൻ സേഫ്റ്റി പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റി റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഫയർ പ്രിക്കോഷൻ മെഷർ, ഫയർ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സേഫ്റ്റിനെ കുറിച്ച്, എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് NBCയിൽ. പിന്നെ മെഷീനറി ഗാർഡിങ് എക്യുപ്മെൻറ്റ്, ഒരു മെഷീനെ ഗാർഡ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതെല്ലാം റിക്വയർമെൻറ്റ്സ് ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി റെസിഡൻഷ്യൽ ബിൽഡിംഗ് എങ്ങനെയാണ് NBC പ്രകാരം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഫസ്റ്റ് ആണ് ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് എയിൽ തന്നെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. ഗ്രൂപ്പ് എയിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ആ ഗ്രൂപ്പ് എയിന് A1 എന്ന് പറയുന്നത് ലോഡ്ജിങ് അല്ലെങ്കിൽ റൂമിങ്, നമ്മൾ സാധാ റൂം ഹൗസസ് അല്ല ലോഡ്ജും റൂമും ഒക്കെയാണ് ഗ്രൂപ്പ് A1 വരുന്നത്. ഇനി A2 വരുന്ന ആരൊക്കെയാണ്? നമ്മളെ 1 to 2 ഫാമിലി ഹൗസസ് എല്ലാം. A3 അപ്പാർട്ട്മെൻറ്റ്സാണ് വരുന്നത്, റൈറ്റ്. ആൻഡ് A4 ഹോട്ടൽസും ഡോർമിറ്ററീസ്. ഇതൊരു മാർക്കിന് ഒരു പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളൂ. വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അണ്ടർപിന്നിങ് ആൻഡ് എക്സ്കവേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. അണ്ടർപിന്നിങ് ഒന്നാണ്. എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ കുഴിക്കുക. നമ്മൾ നേരത്തെ മണ്ണ് മാന്തൽ പറഞ്ഞല്ലേ. അണ്ടർപിന്നിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഷോർട്ട് നോട്ട് ഓൺ ഹസാർഡ്സ് ആൻഡ് റിസ്ക്സ് ഡ്യൂറിങ് അണ്ടർപിന്നിങ് വർക്ക്സ്, 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാവ്. പിന്നെ സേഫ്റ്റി ഡ്യൂറിങ് എക്സ്കവേഷൻ വർക്ക്സ് 3 മാർക്കിനും 14 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വർക്കർ സേഫ്റ്റി ഇൻ അണ്ടർപിന്നിങ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അണ്ടർപിന്നിങ്ങിനെ കുറിച്ച് ആദ്യം പറയാമല്ലേ. സേഫ്റ്റി മെഷേഴ്സും 14 മാർക്കിൻ്റെ. ഇതാണ് നമ്മുടെ അണ്ടർപിന്നിങ്. ഇത് നോക്കി. നമ്മളൊരു പഴയ ഒരു വീടിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സ്ട്രെങ്തൻ ചെയ്യണം എന്ന് തോന്നിയാൽ ആ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലോ നമ്മൾ എന്ത് ചെയ്യും? ആ ഫൗണ്ടേഷൻ്റെ അവിടെ ഒരു പിന്ന്, ഇതുപോലത്തെ ഒരു പിന്ന് അവിടെ എക്സ്കവേറ്റ് ചെയ്തതിന് ശേഷം റീഇൻഫോഴ്സ് ചെയ്യും. ഓക്കെ. വൈ? ടു സ്ട്രെങ്തൻ ദ ഫൗണ്ടേഷൻ. അപ്പോൾ ഓൾറെഡി ഉള്ള ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൻ്റെ അടി, ഇത് മണ്ണല്ലേ, മണ്ണിൽ കുഴിച്ചിട്ട് മണ്ണിൻ്റെ അടിഭാഗം കുഴിച്ചിട്ട് ആ ഫൗണ്ടേഷൻ്റെ അടിഭാഗം കുഴിച്ചതിന് ശേഷം കുറേ പിൻസ് വെക്കും, അണ്ടർ പിൻസ് വെക്കും. ഇതാണ് അണ്ടർപിന്നിങ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹസാർഡ്സ് ഇൻ അണ്ടർപിന്നിങ് ചോദിക്കുകയാണെങ്കിൽ അന്ന് ഗ്രൗണ്ട് കൊളാപ്സ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ കുഴിക്കുമ്പോൾ തന്നെ ഗ്രൗണ്ട് കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എക്സ്കവേറ്റിംഗ് ബിലോ ദ ഫൗണ്ടേഷൻ മേ ലീഡ് ടു ദ ഫെയിലിയർ, റൈറ്റ്. ആൻഡ് സ്ട്രക്ചറൽ ഇൻസ്റ്റെബിലിറ്റി, യെസ്, നമ്മൾ ഒരിടത്ത് കുഴിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, റൈറ്റ്. ലോഡ് ഷിഫ്റ്റ്സ് കോസിങ് ക്രാക്സ് ഓർ ബിൽഡിംഗ് മൂവ്മെൻറ്റ്, റൈറ്റ്. ആൻഡ് ഫോളിംഗ് ഒബ്ജക്ട്സ്, ടൂൾസ് ഓർ കോൺക്രീറ്റ് പീസസ് മേ ഫോൾ. കൺഫൈൻഡ് സ്പേസസ് റിസ്ക്, അല്ലേ. ഇവിടെ ഒരാൾ കയറുകയാണെങ്കിൽ ഇതൊരു കൺഫൈൻഡ് സ്പേസ് ആണ്, അതിന് എന്തൊക്കെ സംഭവിക്കുന്നു പറയാനില്ല. ഫോളിംഗ് ഒബ്ജക്ട്സ് വരാം, അല്ലെങ്കിൽ ഇത് ക്രാക്സ് വരാം, ഇടിഞ്ഞു വീഴാം. ഫോളിംഗ് ഒബ്ജക്ട്സ്, ടൂൾസ് ഓർ കോൺക്രീറ്റ് പീസസ് മേ ഫോൾ, റൈറ്റ്. ആൻഡ് കൺഫൈൻഡ് സ്പേസസ് റിസ്ക്, പുവർ വെന്റിലേഷൻ, ടോക്സിക് ഗ്യാസ് എക്സ്പോഷർ. വാട്ടർ ഇൻഗ്രസ് എന്ന് പറയുമ്പോൾ ഫ്ലഡിംഗ് ഓഫ് എക്സ്കവേഷൻ സോൺ, നമ്മൾ കുഴിച്ച സ്ഥലത്ത് തന്നെ ഫ്ലഡിംഗ് ഒക്കെ അറിയാം.
Safety measures in underpinning. What are the safety measures in underpinning? Proper shoring and bracing. Yes, temporary support സ്ട്രക്ചറും ഒരു ബ്രേസിങ് കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഹസാർഡെല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റേജ് ബൈ സ്റ്റേജ് അണ്ടർപിന്നിങ്. യെസ്, ഓരോ സീക്വൻസ് ആയിട്ട് വേണം, ഓരോ സ്റ്റേജ് ആയിട്ട് വേണം നമ്മൾ അണ്ടർപിന്നിങ് കൊടുക്കേണ്ടത്. ആദ്യം ഇവിടെ, പിന്നെ അടുത്തടുത്ത് കുടിച്ചിട്ട് അടുത്തടുത്ത്, പിന്നെ അതിൻ്റെ അടുത്തടുത്ത് കുടിച്ചിട്ട് അടുത്തടുത്ത്. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് അത് പറ്റത്തില്ല. എന്താണ് നമ്മളെ ബിൽഡിംഗ് എന്താണ് എയറിൽ നിൽക്കുമോ? ഇല്ല. സ്റ്റേജ് ബൈ സ്റ്റേജ് അണ്ടർപിന്നിങ്. ഡ്രെയിനേജ് ടു റിമൂവ് വാട്ടർ. അവിടെ എന്തായാലും നമ്മൾ കുഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ ഒരു ഡ്രെയിനേജ് സിസ്റ്റം വേണം. സ്കിൽഡ് സൂപ്പർവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ഓഫ് ദി സ്ട്രക്ചർ മൂവ്മെൻറ്റ്. ആ സ്ട്രക്ചർ നീങ്ങുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കണം. കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. ഗ്രൂപ്പ് 10 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മളിനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. വാട്ട് ആർ ദ 5 ക്രിട്ടിക്കൽ റീസൺസ് ഫോർ ഹൈ ആക്സിഡൻസ് ഇൻ കൺസ്ട്രക്ഷൻ? ഹൈ ആക്സിഡൻസിൻ്റെ ക്രിട്ടിക്കൽ റീസൺസ് എന്താ? കൺസ്ട്രക്ഷൻ അൺസേഫ് വർക്ക് അറ്റ് ഹൈറ്റ് അല്ലേ? നമ്മൾ സ്കാഫോൾഡിങ് പ്രോപ്പറായിട്ടൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മളെ കണ്ടീഷൻ അല്ലാത്ത ഒരു സ്കാഫോൾഡെല്ലാം ഉപയോഗിച്ച് ഇതാക്കിയ അൺസേഫ് വർക്കാണ് അറ്റ് ഹൈറ്റ്സ്. പുവർ സ്കാഫോൾഡിങ് പ്രാക്ടീസസ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ലാക്ക് ഓഫ് PPE. ഈ കുഴിക്കുന്ന ആൾക്കാരൊന്നും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ധരിച്ചില്ല. അണ്ടർപിന്നിങ്, എക്സ്കവേഷൻ, ടണലിങ് ഇങ്ങനെ ഉള്ള വർക്ക്സിനൊന്നും ഇവർ PPE ഉപയോഗിച്ചില്ലെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഹൈ ആക്സിഡൻറ്റ്. ഹൈ ആക്സിഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ലെവലിലാണ്, ഹൈ ഇൻറ്റൻസിറ്റി ആക്സിഡൻ്റ് ആണ്. പിന്നെ ഇൻഅഡിക്വേറ്റ് സൂപ്പർവിഷൻ ക്യാൻ ഓൾസോ ലീഡ്. നമ്മൾ മറ്റേ കൺഫൈൻ സ്പേസിൽ പോകുമ്പോൾ ആരും ഇല്ലെങ്കിൽ ഓരോരുത്തർ മാത്രമായിട്ട് പോയാൽ, വർക്ക് പെർമിറ്റ് ഒന്നും ഇല്ലാതെ പോയാൽ, പിന്നെ പോയാൽ മാത്രമേ കാണുള്ളൂ. അൺസ്കിൽഡ് ലേബർ. എൻഷുർ സേഫ്റ്റി ഡ്യൂറിങ് ഡെമൊലിഷൻ അല്ലെങ്കിൽ ഒരു സാധനത്തിന് എന്താണ് പൊട്ടിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? ഡിസ്കണക്ട് ദ യൂട്ടിലിറ്റീസ്, barricade the area, provide personal protective equipment, control the dust and sequential demolition. നമ്മൾ ആ നീല ഇമേജ് കണ്ടതല്ലേ? അതിൽ ഇങ്ങനെ സീക്വൻഷ്യലായിട്ടായിരിക്കണം ഓരോന്നും ഇങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ഡസ്റ്റ് ഇവിടെ വരുന്നുണ്ട്, ആ ഡസ്റ്റിനെ കൺട്രോൾ ചെയ്യണം. പിന്നെന്താണ്? ബാരിക്കേഡ്, പ്രോപ്പർ ബാരിക്കേഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ബാരിക്കേഡും വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർ സൈനേജും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് ഓർത്ത് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ 7 അല്ല 14 മാർക്കിന് എഴുതാൻ പറ്റും. സീക്വൻഷ്യൽ ഡെമോളിഷൻ ആയിരിക്കണം. ഓക്കെ, ആദ്യം ഒരിടത്ത് പൊട്ടിച്ച് പിന്നെ അടുത്തടുത്ത്. ഓക്കെ, ലാഡേഴ്സ് ഉപയോഗിക്കാനുള്ള സേഫ്റ്റി പ്രാക്ടീസ് എന്താ? ലാഡർ നമ്മൾ വോളും ബേസും തമ്മിലാണ് വെക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ മറ്റേ ലാഡർ കൊണ്ട് അതാണെങ്കിൽ 3 പോയിൻറ്റ് കോൺടാക്റ്റ് വേണം. അപ്പോൾ അത് വരണം, 3 പോയിൻറ്റ് കോൺടാക്റ്റ് വേണം. പിന്നെ ഇത് തമ്മിലുള്ള 75 ഡിഗ്രി ആംഗിൾ വേണം. പിന്നെ ഇൻസ്പെക്ട്, ഈ ലാഡറിൻ്റെ റങ്സിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഫേം ബേസ് ആയിരിക്കണം. ആ ലാഡർ ഷുഡ് ബി ഇൻ എ ഫേം ബേസ്, റൈറ്റ്? ആൻഡ് നോ ഓവർ റീച്ചിങ്. ഇത്രയേ ഉള്ളൂ ലാഡർ എന്ന് വിചാരിച്ചോ, ഇത്രയേ ഉള്ളൂ ലാഡർ. ഈ ലാഡറിനാദ്യം മുകളിൽ നമ്മൾ എത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം, വർക്ക് ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ അവൻ്റെ കൈ ഇവിടം വരെ എത്തുള്ളൂ, ഓവർ റീച്ച് ചെയ്യാൻ പാടില്ല. കാരണം ഇറ്റ് ക്യാൻ കോസ് സ്ട്രെയിൻ ആൻഡ് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് ഇൻ ദ ലോങ് റൺ. 3 പോയിൻറ്റ് കോൺടാക്റ്റ് വേണം എന്ന് പറഞ്ഞു നമ്മൾ ലാഡർ, റൈറ്റ്? ഇനി സേഫ്റ്റി ആൻഡ് എക്സ്കവേഷൻ. കുഴിക്കുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി വേണ്ടേ? ഷോറിങ്, ടെമ്പററി സ്ട്രക്ചർ അല്ലേ? ബാരിക്കേഡിങ്, ഇതല്ലേ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞേ? ഓക്കെ. ബെഞ്ചിങ്, വാട്ടർ റിമൂവൽ ആൻഡ് ലാഡർ ആക്സസ്. കുഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അപ്പോൾ വാട്ടർ റിമൂവൽ. പിന്നെ ഷോറിങ്, ടെമ്പററി സപ്പോർട്ട് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യണം, വീണ്ടും ഇമ്പോർട്ടൻറ്റ്. ബെഞ്ചിങ് വീണ്ടും ഒരു ബ്രേസിങ് പോലെ, ഷോറിങ് പോലെ തന്നെയാണ്. പിന്നെ ലാഡർ ആക്സസ്, ലാഡറിൻ്റെ ഒരു ആക്സസ് വേണം കുഴിക്കുമ്പോൾ. എന്തെങ്കിലും കാരണവശാൽ ഷോറിങ് ഒക്കെ നടത്തിയിട്ടും വന്നാൽ ഇയാൾക്ക് കയറി ഓടിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു ലാഡർ ആക്സസ് വേണം. അണ്ടർപിന്നിങ് സേഫ്റ്റി. അണ്ടർപിൻ ചെയ്യുമ്പോൾ സേഫ്റ്റി എന്തൊക്കെയാണ്? സ്റ്റേജ് ബൈ സ്റ്റേജ് എക്സ്കവേഷൻ ആയിരിക്കണം, ബ്രേസിങ് പ്രൊവൈഡ് ചെയ്യണം, പിന്നെ സ്കിൽഡ് സൂപ്പർവിഷൻ എപ്പോഴും ഉണ്ടാവണം ഓൺ സ്റ്റാൻഡ് ബൈ, ആൻഡ് ഡ്രെയിനേജ് ടു റിമൂവ് വാട്ടർ. കാരണം അണ്ടർപിന്നിങ് ചെയ്യുന്ന എക്സ്കവേഷൻ ചെയ്തതിന് ശേഷമല്ലേ അണ്ടർപിന്നിങ്. അതാണ് എക്സ്കവേഷനിലും വാട്ടർ റിമൂവൽ, ഇവിടെയും ഒരു പ്രോപ്പർ ഡ്രെയിനേജ് വാട്ടർ റിമൂവ് ചെയ്യാൻ. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അണ്ടർപിന്നിങ് ചെയ്യുന്ന ആൾക്കാർ, അവിടെ ഉള്ള ആൾക്കാർ ധരിക്കണം. ഹസാർഡ്സ് ഇൻ അണ്ടർ വാട്ടർ വർക്ക്സ്. അണ്ടർ വാട്ടർ വർക്ക്സിലുള്ള ഹസാർഡ്സ് എന്തൊക്കെയാണ്? കൊള്ളാം. അണ്ടർ വാട്ടർ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒന്ന് നോക്കി നോക്കുക. അതായത് വാട്ടറിൻ്റെ അടിയിൽ പ്രഷർ ഭയങ്കര കൂടുതലാണ്. പ്രഷർ കൂടുതലാകുമ്പോൾ ഡീകംപ്രഷൻ സിക്നെസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കൊരു ഓക്സിജൻ ഇതുണ്ട്, ആ ഓക്സിജൻ ടാങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ അടിയിലോട്ട് പോയത് ഈ ഒരു കയറിലാണ്, ഈ കയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡ്രൗണ്ട് അല്ലേ? പിന്നെ ഇവിടെ വെള്ളമായതുകൊണ്ട് പോർ വിസിബിലിറ്റി, പിന്നെ ഇവിടെ ഹൈ പ്രഷർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കാരണമാണ് ഈ നൈട്രജൻ ബബിൾസ് ഫോം ചെയ്യുന്ന ബബിൾസ് പെട്ടെന്ന് നമ്മൾ ഇറക്കുമ്പോൾ ആ ബബിൾസിൽ നമ്മുടെ ബോഡി അതിനായിട്ട് കസ്റ്റം ചെയ്യാൻ പറ്റാത്തതും പെട്ടെന്ന് നമ്മളെ അസെൻഡ് ചെയ്യുമ്പോൾ അത് കാരണം ഡീകംപ്രഷൻ സിക്നെസ് ഉണ്ടാകുന്നു. പിന്നെ മറൈൻ ഹാസേർഡ്സ് അല്ലേ? നമ്മൾ വാട്ടറിൽ ആരാ ഉള്ളത്? കുറേ മറൈൻ അനിമൽസ്, ഫിഷസ് ഉണ്ടല്ലേ, അത് വന്ന് കുത്താനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിംഗ് റേസ് ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ സ്റ്റിങ്സും ബൈറ്റ്സും എല്ലാം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സ്കാഫോൾഡ് സേഫ്റ്റി എന്തൊക്കെയാണ്? ഗാർഡ് റെയിൽസ്. സ്കാഫോൾഡ് സേഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മിഡ് റെയിൽസ് ഉണ്ട്, ഗാർഡ് റെയിൽസ് ഉണ്ട്, ടോ ബോർഡ്സ് ഉണ്ട്.
ടോപ്പ് ബോൾസ് ഉണ്ട്. എന്തിനാ? അത് നമ്മളെ ടൂൾസ് ഒന്നും ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി ടോപ്പ് ബോൾസ് ഉണ്ട്. പിന്നെ പ്രോപ്പർ പ്രോപ്പർ പ്ലാങ്കിങ്. പിന്നെന്താ ബ്രേസിങ് ഈസ് പ്രൊവൈഡഡ്. പിന്നെ ഇൻസ്പെക്ഷൻ, ഇതിന് നമ്മൾ മറ്റേ നോക്കണം, ഓരോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് വർക്ക് അതിൻ്റെ കണ്ടീഷൻ നോക്കണം. സിഗ്നിഫിക്കൻസ് ഓഫ് IS കോഡ്സ്, അതൊരു പ്രാവശ്യം 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ IS കോഡ്സിന് സിഗ്നിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസ്ഡ് സേഫ്റ്റി, എല്ലായിടത്തും ഒരേ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടൊരു സേഫ്റ്റി ഉള്ളപ്പം നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതായത് ഓൾ സേഫ്റ്റി, നമ്മളെ ഒരു സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് എല്ലാം നോക്കി ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ബെറ്റർ ഡിസൈൻ ആണ് IS കോഡ്സിൽ, ഓരോ ടൂൾസും മെറ്റീരിയൽസിനും, മെറ്റീരിയൽസ് അല്ല, വർക്കിംഗ് ടൂൾസിനും, റൈറ്റ്. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഇസ് മസ്റ്റ് ഇൻ IS കോഡ്സ്. പിന്നെ IS കോഡ്സിൽ റെഡ്യൂസസ് ആക്സിഡൻറ്റ്. IS കോഡിൽ ഓരോ റൂൾസ് അനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇറ്റ് റെഡ്യൂസസ് ആക്സിഡൻറ്റ്. ഇവർ സേഫ്റ്റി, IS കോഡ്സ് സേഫ്റ്റീന് ഭയങ്കര ഒരു ഭയങ്കര വലിയ കൺസിഡറേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ലീഗൽ കംപ്ലയൻസ്, റൈറ്റ്. സേഫ്റ്റി പ്രാക്ടീസസ്, ഹൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഫുൾ ബോഡി ഹാർനസ് ധരിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ബിൽഡിങ്ങിലെല്ലാം തുടയ്ക്കുന്നവരെ കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവർ ഒരു സേഫ്റ്റി ഹാർനസ് എല്ലാം ധരിക്കുന്നുണ്ടാവും. പിന്നെ ഗാർഡ് റെയിൽസ്, അത് തന്നെ അവർ തുടയ്ക്കുമ്പോൾ അവർ എവിടെ നിൽക്കുന്നത്, ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് അവർ തുടയ്ക്കുമ്പോൾ. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഗാർഡ് റെയിൽസ് ഉണ്ട്. പിന്നെ സേഫ്റ്റി നെറ്റ്സ് ഉണ്ട്. ഇനി അഥവാ വന്ന് വീണാലും സേഫ്റ്റി നെറ്റ്സ് ഉണ്ട്. അത് ഈ ബിൽഡിങ്ങിൽ ഉള്ള കാര്യമല്ല പറഞ്ഞത്, ഞാൻ സ്കാഫോൾഡിങ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. സേഫ്റ്റി നെറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഫോൾ അറസ്റ്റേഴ്സ് ഉണ്ടാവും. അതും എഗെയിൻ ഹാർനസ് പോലെയല്ല. ഫോൾ അറസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഴുമ്പോൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ്. നോ വർക്കിംഗ് അണ്ടർ എക്സ്ട്രീം വെതർ, റൈറ്റ്. ആൻഡ് റെലവൻസ് ഓഫ് എർഗണോമിക്സിൻ്റെ ആവശ്യകത എന്താണ്? എർഗണോമിക്സ് എന്താണ്? ഇറ്റ് ഈസ് സയൻസ് ഓഫ് works or practices, a science of making it fit for us, right? Tools or work fit for us. Reduces strain, prevents musculoskeletal disorders, improves posture. അപ്പോൾ എർഗണോമിക്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ ലംബർ സപ്പോർട്ടുള്ള ചെയർ എല്ലാം ആണെങ്കിൽ ഇറ്റ് ഇംപ്രൂവ്സ് പോസ്ചർ, നമ്മളെ നെക്ക് സ്ട്രെയിനും ബാക്ക് പെയിനും എല്ലാം ഒഴിവാക്കാൻ പറ്റും. മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ടെൻഡനൈറ്റിസ്, കാർപ്പൽ ടണൽ സിൻഡ്രോം, അതൊക്കെ റെഡ്യൂസിങ് പ്രിവെൻറ്റും ചെയ്യാൻ സഹായിക്കും. വർക്ക് ഷിഫ്റ്റ് അതും ഒരു എർഗണോമിക് ആണെന്ന് പറയാം. പിന്നെ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി, അല്ലേ? ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് ഇതാക്കുമ്പോഴും നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിലും സ്ട്രെയിനൊന്നും ഇല്ലെങ്കിലെല്ലാം എന്തായാലും വർക്കിങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും എല്ലാം കൂടും. പിന്നെ ഇറ്റ് റെഡ്യൂസസ് ഫറ്റീഗ്. ഓക്കെ, ഫറ്റീഗ് ഈസ് കോസ്ഡ് ബൈ റിപ്പീറ്റേറ്റീവ് മോഷൻ. റിപ്പീറ്റേറ്റീവ് മോഷൻ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഇവൻച്വലി ഇറ്റ് ഷുവർലി വിൽ റെഡ്യൂസ് ഫറ്റീഗ്. ആൻഡ് അത്രയേ ഉള്ളൂ നമ്മളെ മൊഡ്യൂൾ 3 കുറിച്ചിട്ട്. ബാക്കി മൊഡ്യൂൾസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.